വിലയേറിയ കാലം. വലിയ ധനത്തെക്കാളും മഹിമകീർത്തിയെക്കാളും പല ഭാഗ്യങ്ങളെക്കാളും പാരിലെല്ലാത്തെക്കാളും വിലയേറിയ കാലം ആയിത്തേരുള്ളി. വിലയേറിയ കാലം. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സഭ ഇന്ന് നവീകരണ ഞായർ ആയിട്ടാണ് ആചരിക്കുന്നത്. AD 1517 ഒക്ടോബർ 31 വിറ്റൻബർഗ് ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിൽ അന്ന് സഭയിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ താൻ എഴുതിയുണ്ടാക്കിയ 95 വാദപ്രസ്താവനകൾ മാർട്ടിൻ ലൂതർ പതിപ്പിച്ചതോടുകൂടിയാണ് സഭയിൽ നവീകരണത്തിന് തുടക്കം കുറിച്ചത്. ലൂഥറിൻ്റെ ഈ പ്രസ്താവനകൾ 95 തീസിസ് എന്നാണ് അറിയപ്പെടുന്നത്. ദൈവവചന അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ഈ പ്രസ്താവനകളിൽ പ്രധാനമായും 5 സംഗതികളാണ് ഉള്ളത്. 1. രക്ഷ കൃപയാൽ മാത്രം. 2. രക്ഷയുടെ അടിസ്ഥാന പ്രമാണം തിരുവെഴുത്ത് മാത്രം. 3. രക്ഷ വിശ്വാസത്താൽ മാത്രം. 4. രക്ഷ യേശുക്രിസ്തുവിൽ കൂടെ മാത്രം. 5. എല്ലാറ്റിൻ്റെയും മഹത്വം ദൈവത്തിന് മാത്രം. അതായത് ദൈവവചന അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന വിശ്വാസം മൂലം യേശുക്രിസ്തു തൻ്റെ കൃപയാൽ നമുക്ക് നൽകുന്നതാണ് രക്ഷ. ഈ രക്ഷ നൽകിയ ദൈവം മാത്രമാണ് എല്ലാ മഹത്വത്തിനും യോഗ്യൻ. മാർട്ടിൻ ലൂതർ ഉയർത്തിയ ഈ വാദമുഖത്തിൻ്റെ ഫലമായിട്ടാണ് സഭയിൽ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗം ഉടലെടുത്തത്. 1816 കേരളത്തിൽ വന്ന മിഷണറിമാരുടെ പ്രവർത്തന ഫലമായി സഭയും സമൂഹവും നവീകരിക്കപ്പെട്ടു. അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളായ ശിശുബലി, സതി തുടങ്ങിയ എല്ലാറ്റിനും എതിരെ മിഷണറിമാർ പോരാടി. ഈ പോരാട്ടം സമൂഹത്തെയും നവീകരിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം നവീകരണ ആശയങ്ങൾ കാണാം. ദുരിതം കാണുന്ന ദുരവസ്ഥ അറിയുന്നവനാണ് നമ്മുടെ ദൈവം. മിസ്രൈമ്യ അടിമത്തത്തിൽ ദുരിതം അനുഭവിച്ച ഇസ്രായേൽ ജനത്തെ വിടുവിക്കുന്ന ദൈവിക പ്രവർത്തനത്തെക്കുറിച്ച് പുറപ്പാട് പുസ്തകം വ്യക്തമാക്കുന്നുണ്ട്. തൻ്റെ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി ഫറവോൻ്റെ മുൻപിൽ പോകുന്നതിന് ദൈവം മോശയെ ചുമതലപ്പെടുത്തി. മോശയിൽ കൂടി നൽകിയ ആവശ്യം അംഗീകരിക്കുവാൻ ദൈവത്തെ അറിയാത്ത ഫറവോൻ തയ്യാറായില്ല. രാജ്യത്തെ ഏറ്റവും അധികാരമുള്ള ഫറവോൻ ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പറയുന്നത്, ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആർ? ഞാൻ യഹോവയെ അറിയുകയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല. പുറപ്പാട് 5:2. അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിനിടയിൽ ഫറവോൻ പലപ്പോഴും വാക്കുമാറിയെങ്കിലും ഒടുക്കം ദൈവത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കുകയും ജനത്തെ വിട്ടയക്കുകയും ചെയ്തു. അടിമത്തത്തിൽ നിന്നും വിട്ടയക്കപ്പെട്ട ജനം ദൈവിക പ്രവർത്തനത്താൽ നവീകരിക്കപ്പെട്ടു. അധികാരത്തിൻ്റെ ഗർവ് എന്ന് സഭയിലും സമൂഹത്തിലും കാണാം. ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അധികാര പ്രകടനങ്ങൾ ധാരാളമാണ്. സഭകളിൽ കാണുന്ന മിക്ക പ്രശ്നങ്ങൾക്കും കാരണം ചുമതലകൾ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവഹിതമോ സഭയുടെ താല്പര്യമോ നോക്കാതെ സ്വന്തം ഹിതപ്രകാരം പ്രവർത്തിക്കുന്നു എന്നതാണ്. ഇത് ദൈവിക അധികാരത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. ദൈവത്തിൻ്റെ പരമ അധികാരം അംഗീകരിച്ച് അവൻ്റെ ഹിതം പ്രമാണിക്കുവാൻ തയ്യാറാകുമ്പോൾ ആണ് വിശ്വാസ സമൂഹം നവീകരിക്കപ്പെടുന്നത്. ദൈവശാസ്ത്ര പണ്ഡിതനായ M.M. തോമസ് സാൽവേഷൻ ആൻഡ് ഹ്യൂമനൈസേഷൻ എന്ന പുസ്തകത്തിൽ ഗാന്ധിയുടെ ദർശനത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത്, ഡു നോട്ട് then preach the God of history, but show him as he lives today through you. ചരിത്രത്തിൽ പ്രവർത്തിച്ച ദൈവത്തെക്കുറിച്ചല്ല നാം ഇന്ന് പ്രസംഗിക്കേണ്ടത്, പിന്നെയോ ദൈവം നമ്മിൽ കൂടി ജീവിക്കുന്നുവെന്ന് നമ്മുടെ പ്രവൃത്തിയിൽ കൂടി കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിന് കഴിയണമെങ്കിൽ നമ്മുടെ അധികാരത്തെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ പരമാധികാരത്തെ നാം അംഗീകരിക്കണം. അപ്പോൾ മാത്രമേ നവീകരണ അനുഭവം നമ്മിൽ ഉണ്ടാകൂ.
യേശുവിൻ്റെ പരമാധികാരത്തിൻ്റെയും നീതിയുടെയും മുൻപിലുള്ള നമ്മുടെ കീഴടങ്ങൾ ആണ് നമ്മെ സമാധാന അനുഭവത്തിലേക്ക് നയിക്കുന്നത്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രസ്താവന, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന യോഹന്നാൻ 18:36. അതായത് യേശുവിൻ്റെ രാജ്യം ഈ ലോകത്തിൻ്റെ ചിന്താഗതി പ്രകാരമല്ല. ഈ ലോകത്തിൻ്റെ ചിന്താഗതി പ്രകാരമുള്ള പ്രവർത്തനമാണ് അസമാധാനം സൃഷ്ടിക്കുന്നത്. അധികാരത്തിനു വേണ്ടിയുള്ള വടംവലിയല്ലേ തീവ്രവാദം വളരുന്നതിനും പരസ്പരം കൊലവിളി നടത്തുന്നതിനും കാരണമാകുന്നത്. തന്മൂലം മനുഷ്യ മനസ്സുകളിൽ സമാധാനം ഇല്ലാതായിത്തീരുന്നു. എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ച് റോമർ 14:17 പറയുന്നത്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാകുന്നുവെന്ന. സങ്കീർത്തനം 89:14 പറയുന്നത്, നീതിയും ന്യായവും ദൈവസിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നുവെന്ന. ദൈവത്തിൻ്റെ നീതിയിലും പരമാധികാരത്തിലും നമ്മെ ഏൽപ്പിക്കുമ്പോൾ മാത്രമേ ദൈവിക സമാധാനം അനുഭവിപ്പാൻ കഴിയൂ. ദൈവത്തിൻ്റെ പരമാധികാരത്തെ ഘോഷിച്ച് ദൈവിക സമാധാനത്തിലേക്കും നവീകരണ അനുഭവത്തിലേക്കും സമൂഹത്തെ നടത്തുവാൻ വിശ്വാസിക്ക് കഴിയണം. കർത്താവേ, ലോകത്തെ നവീകരിച്ച് സമാധാനത്തിലേക്ക് നയിക്കുന്ന ദൈവിക പ്രവർത്തനത്തിൽ പങ്കുചേരുവാൻ എന്നെയും ഒരുക്കണമേ. ആമേൻ. വിനയം സമ്പാദിപ്പാനും പ്രസാദം ലഭിച്ചു വിളങ്ങി ശോഭിച്ചിടാനും വിലയേറിയ കാലം അഴിക്കരുതേ, വിലയേറിയ കാലം. മോചനം, നീതി, മനസ്വസ്ഥത, വിശുദ്ധി, നീചപാപി ലഭിച്ചു നിരന്തരം പ്രകാശിപ്പാൻ വിലയേറിയ കാലം അഴിക്കരുതേ, വിലയേറിയ കാലം.